holy matrimony is the matter of money. All relationships are built on money. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം റീഫോർമാറ്റിംഗ് അവർ മിനിസ്ട്രി എന്നാണ്. നമ്മുടെ ശുശ്രൂഷയെ ഒന്നുകൂടെ പുതുക്കിയെടുക്കുക. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവം തമ്പുരാൻ ഒരു മിനിസ്ട്രി തന്നിട്ടുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഏജ്. നമ്മുടെ പ്രായഭേദമന്യേ നമുക്കെല്ലാവർക്കും ദൈവം എന്ത് തന്നിട്ടുണ്ട്? ഒരു മിനിസ്ട്രി, ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ഒരു ശുശ്രൂഷ പോലും തരാതെ എന്നെയോ നിങ്ങളെയോ ഇവിടെ ഇരിക്കുന്ന ആരെയും ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും പറയും, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ നമുക്കൊക്കെ ദൈവം തന്നിരിക്കുന്ന ഒരു മിനിസ്ട്രിയുടെ വഴിയുണ്ട്, സാധ്യതകളുണ്ട്. അതിലേക്കെല്ലാം ദൈവം നമ്മളെ ഓരോ സമയത്ത് വിളിക്കുകയാണ്. കുടുംബങ്ങൾക്കുള്ളിൽ, ഇടവയ്ക്കുള്ളിൽ, സമൂഹത്തിനുള്ളിൽ. അപ്പോൾ നമ്മുടെ മിനിസ്ട്രിയെ ഒന്ന് കണ്ടെത്താൻ, നമ്മുടെ മിനിസ്ട്രിയെ ഒന്ന് റീഫോർമാറ്റ് ചെയ്യാൻ ഈ വേദഭാഗത്തിലൂടെ ഒന്ന് ശ്രമിക്കുകയാണ്. അതിനാണ് ഇന്ന് രാത്രി എക്സഡസ് ചാപ്റ്റർ 1 വേഴ്സ് 15 to 21 or 22 നമ്മൾ വായിച്ചത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 22 വരെയുള്ള 21-22 വരെയുള്ള വേദവാക്യങ്ങളിൽ ഒരു കൂട്ടം സ്ത്രീകളുടെ മിനിസ്ട്രി അവിടെ പറയുന്നുണ്ട്. ദ മിനിസ്ട്രി ഓഫ് മിഡ് വൈഫ്സ്, സൂതി ഗർഭിണികളുടെ ശുശ്രൂഷ എന്തായിരുന്നു? അതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മുടെ മിനിസ്ട്രിയെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ, നമ്മുടെ മിനിസ്ട്രി എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരു വാക്യം അതിനായിട്ട് വായിക്കട്ടെ. എക്സഡസ് ചാപ്റ്റർ 1 വേഴ്സ് 17. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. സൂതി ഗർഭിണികളോ ദൈവത്തെ ഭയപ്പെട്ടു, മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വല്ലാത്ത ഒരു ലോകമാണ്. വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് ലോട്ട് ഓഫ് ഡിസ്ട്രക്ഷൻസ്. ഒരുപാട് വിനാശം നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ ലോകത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്, വി ആർ ലിവിങ് ഇൻ എ റിലീജിയൻ ആൻഡ് എ കൾച്ചർ വിച്ച് എവറി ടൈം പ്രൊപ്പഗേറ്റ്സ് ഹെയ്റ്റ്, ഹോസ്റ്റിലിറ്റി ആൻഡ് ഹ്യൂമിലിയേഷൻ. നിരന്തരമായ വെറുപ്പും വിദ്വേഷവും, നിരന്തരമായ ശത്രു മനോഭാവവും, നിരന്തരമായ അപമാനവും പ്രചരിപ്പിക്കുന്ന ഒരു വല്ലാത്ത മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളല്ലാതെ മാറുകയും നമ്മുടെ ഉള്ളിൽ സ്നേഹത്തെക്കാൾ കൂടുതൽ വെറുപ്പും വിദ്വേഷവും വഹിച്ച് ജീവിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഏറെ വൈരാഗ്യ ബുദ്ധികൾ മെനഞ്ഞെടുക്കുന്നവരാണ് നമ്മൾ. എങ്ങനെയാണ് മറ്റുള്ളവരെ താഴ്ത്തേണ്ടത്? എങ്ങനെയാണ് മറ്റുള്ളവരെ അപമാനിക്കേണ്ടത്? എങ്ങനെയാണ് മറ്റുള്ളവരെ പുറത്താക്കേണ്ടത്? എവിടുന്നെല്ലാം എനിക്ക് മറ്റുള്ളവരെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിച്ച് ആലോചിച്ച് നടക്കുന്ന മനുഷ്യരാണ്. കാരണം എൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ, എൻ്റെ വഴി ശരിയാണെന്ന് പറയാൻ, എൻ്റെ മാർഗം കൃത്യതയുള്ളതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം ഈ ഹെയ്റ്റിൻ്റെയോ ഹോസ്റ്റിലിറ്റിയുടെയോ ഹ്യൂമിലിയേഷൻ്റെയോ ഒക്കെ മാർഗങ്ങളാണ്. ഇന്ന് ലോകം പിടിമുറുക്കിയിരിക്കുന്നത് ഈ തത്വസംഹിതകളിലാണ്. ലോകം മുഴുവനും ഭരിക്കപ്പെടുന്നത് ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യ ബുദ്ധിയുടെയും ഒക്കെ പിന്നാമ്പുറങ്ങളിലൂടെയാണ്. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് പറയുന്നത്, ദ പ്രസന്റ് വേൾഡ് ഈസ് റൂൾഡ് ബൈ ആങ്കർ, വയലൻസ് ആൻഡ് വാർ എന്നാണ്. നമുക്കറിയാം, ഇന്നിൻ്റെ ലോകം കോപം കൊണ്ടും പക കൊണ്ടും ഭരിക്കപ്പെടുന്ന ഒരു ലോകമാണ്. ഇന്നിൻ്റെ ലോകം വല്ലാതെ ഹിംസാത്മകമായ ഒരു ലോകമാണ്. ഇന്നിൻ്റെ ലോകമെന്ന് പറയുന്നത് വല്ലാതെ യുദ്ധത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ലോകമാണ്. അങ്ങനെ യുദ്ധ കൊതിയന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2022 മാർച്ച് മാസം 23-ാം തീയതി റഷ്യയും ഉക്രൈൻ തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി, ദൈവമേ ഈ യുദ്ധത്തെ അവസാനിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. നമുക്കറിയാം, നമ്മുടെ പള്ളികളിലൊക്കെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു, ഈ യുദ്ധം അവസാനിക്കണം, ഒരു സമാധാന ലോകം സാധ്യമാകണം എന്ന്. ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായി അനേക ജീവിതങ്ങളിൽ നിന്ന് ഉയർന്നു. എന്നാൽ ഒരു 3 മാസം പിന്നിട്ടു, 4 മാസം പിന്നിട്ടു, 6 മാസം പിന്നിട്ടപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, പ്രാർത്ഥിച്ചാലും എന്ത് തീരുന്നില്ല, യുദ്ധം തീരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന അങ്ങ് മാറ്റി.
നമ്മൾ പ്രാർത്ഥന മാറ്റിയത് മാത്രമല്ല, നമ്മൾ യുദ്ധങ്ങളോട് ഇണങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഈ ഹിംസയോട് ഇണങ്ങിക്കഴിഞ്ഞു, ഈ പകയോടും പിണക്കത്തോടുമൊക്കെ ഇണങ്ങിക്കഴിഞ്ഞ മനുഷ്യരായിട്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ എവിടെ യുദ്ധമുണ്ടായിരുന്നാലും, ലോകത്തിൽ ആരൊക്കെ ദുഃഖിക്കേണ്ടി വന്നാലും, ആരൊക്കെ വെറുപ്പിൽ ജീവിക്കേണ്ടി വന്നാലും, ആരൊക്കെ കണ്ണുനീരൊഴുക്കിയാലും നമ്മുടെ ഉള്ളം ഇന്ന് നോവുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം വല്ലാതെ കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു പദമുണ്ട്, ഫറവോന്റെ ഹൃദയം എന്തായിപ്പോയി? കഠിനപ്പെട്ടു എന്നാണ്. മനുഷ്യൻ്റെ കഷ്ടത കണ്ടിട്ടും മനുഷ്യൻ്റെ അടിമത്തം കണ്ടിട്ടും അവർ നിരന്തരമായി നിലവിളിക്കുന്നത് കേട്ടിട്ടും ഒരു മനുഷ്യൻ്റെയും ഒരു ഭരണാധികാരിയുടെയും ഒരു കൂട്ടം ജനതയുടെയും ഉള്ളിൽ കയ്പ് വർദ്ധിച്ച് കഠിന ഹൃദയരായി അവർ തിരിഞ്ഞു നടക്കുന്ന ഒരു കാലം. അതാണ് പുറപ്പാട് പുസ്തകം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു കാലം എന്ന് പറയുന്നതും അതുതന്നെയാണ്. മറ്റുള്ളവരുടെ വേദനകളോട് നമുക്കിന്ന് സങ്കടപ്പെടാൻ മനസ്സുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വല്ലാത്ത നൊമ്പരത്തിൻ്റെ കാലത്ത് നമ്മൾ ആ നൊമ്പരത്തിൻ്റെ വഴി വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയരെ, ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്നറിയാമോ? ഈ യുദ്ധങ്ങളിലെല്ലാം കൊല ചെയ്യപ്പെടുന്ന സാധുക്കളായ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. അവർ നമ്മളോടും ലോകത്തോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞങ്ങൾ ജനിച്ചത് ജീവിക്കാനാണ്. കഴിഞ്ഞ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾ ലോകത്തോട് ഒരു വാക്യം, ഒരു ഉച്ചാരണം, ഒരു പദം ലോകത്തോട് അവർ പറഞ്ഞു. വി ആർ ബോൺ ടു ലീവ്, നോട്ട് ടു ഡൈ. ഞങ്ങൾ ജനിച്ചത് ഈ ലോകത്തിൽ ജീവിക്കാനാണ്, ഞങ്ങൾ മരിക്കാൻ വേണ്ടിയല്ല. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജനിച്ചിത്രത്തോളം ജീവിച്ചവരാണെങ്കിൽ യുദ്ധങ്ങൾ നടക്കുന്ന എല്ലായിടങ്ങളിലും കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മളോട് പറയുകയാണ്, ഞങ്ങൾ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? ജീവിക്കാനാണ്. ഞങ്ങൾ ജനിച്ചത് ജീവിക്കാനാണ്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാമോ എന്നാണ്. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാമോ? പ്രിയരെ, ഇവിടെ മനോഹരമായി പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഇതാ കുഞ്ഞുങ്ങളുടെ നിലവിളി ഉയരുകയാണ്. കുഞ്ഞുങ്ങളുടെ നിലവിളി ഉയരുകയാണ്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കൊല ചെയ്യണം, കൊല്ലപ്പെടണമെന്ന് പറയുന്നതായ വല്ലാത്ത നിയമം അവിടെ നിലനിൽക്കുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ, സാധുക്കളായ സ്ത്രീകൾ, പേരോ പെരുമയോ പ്രശസ്തിയോ ഒന്നുമില്ലാത്ത സാധാരണക്കളായ സ്ത്രീകൾ, പ്രൊഫഷണലി പറഞ്ഞാൽ വളരെ ലോ സ്റ്റാറ്റസിൽ നിൽക്കുന്ന സ്ത്രീകൾ ഒരു മിനിസ്ട്രി ചെയ്യുകയാണ്. അവർ ചെയ്തതായ മിനിസ്ട്രി വേദപുസ്തകത്തിൽ 2, 3, 4 വാക്യങ്ങളിൽ മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇവരെക്കുറിച്ച് പറയാൻ സാധിക്കും, ദ ഇൻവിസിബിൾ മദേഴ്സ് സ്പീക്കിംഗ് എ ലോട്ട് എന്നാണ്. അദൃശ്യരായ അമ്മമാർ നിരന്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. ഈ അമ്മമാർക്ക് വലിയ പേരുകളില്ല. ഇവിടെ പറയുന്നുണ്ട് ശിപ്ര എന്നും പൂവ എന്നും പറയുന്നതായി മിഡ് വൈഫ്സിനെ കുറിച്ചാണ് പറയുന്നത്. പേരോ പ്രശസ്തിയോ പദവികളോ ഒന്നുമില്ലാത്ത സാധാരണ സ്ത്രീകൾ ഏറ്റവും ഭീകരമായ ഒരു കാലാവസ്ഥയിൽ, ഒരു സാഹചര്യത്തിൽ ചെയ്യുന്നതായ ശുശ്രൂഷയാണ്. എന്താണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്? 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അനന്തരം യോസെഫിനെ അറിയാത്ത മറ്റൊരു രാജാവ് മിസ്രൈമിൽ വരികയാണ്. ഒരു ന്യൂ ലീഡർഷിപ്പ് ഈജിപ്തിൽ കടന്നു വരികയാണ്. പഴയ രാജാക്കന്മാർ വ്യത്യസ്തരായിരുന്നു. പുതിയൊരു യുഗം ആരംഭിക്കുകയാണ്, പുതിയൊരു ഡയനാസ്റ്റി ആരംഭിക്കുകയാണ്, പുതിയൊരു ഭരണരീതി ആരംഭിക്കുകയാണ്. അതിൻ്റെ സൂചനയാണ് പറയുന്നത്, യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടാവുകയാണ്. എന്തായിരുന്നു മിസ്രൈം എന്ന് പറഞ്ഞാൽ? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന ഭാഗം വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈജിപ്റ്റ് വാസ് എ ലാൻഡ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. ഈജിപ്റ്റ് വാസ് എ ലാൻഡ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. മിസ്രൈം എന്ന് പറയുന്നത് കയറി വരുന്ന മനുഷ്യർക്ക് ആതിഥ്യം നൽകുന്ന നാടായിരുന്നു. നമുക്കറിയാം, യാക്കോബ് പട്ടിണിക്കാരനായി മിസ്രൈമിൽ കയറിപ്പോവുകയാണ്. യാക്കോബിൻ്റെ മക്കളും യോസെഫ് അവിടെ ഉണ്ടെന്ന അറിവോടുകൂടെ പട്ടിണി, ദാരിദ്ര്യം, ക്ഷാമം പെരുത്തപ്പോൾ അവർ കയറി ചെന്ന സ്ഥലമാണ് ഏത്? ഈജിപ്റ്റ് എന്ന് പറയുന്നത്. ഈജിപ്തിലെ അന്നത്തെ രാജാവ് അവരെ കൈനീട്ടി സ്വീകരിക്കുകയാണ്. കൈനീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, യാക്കോബ് മരിച്ചപ്പോൾ ഉൽപ്പത്തി 50-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യാക്കോബ് മരിച്ചപ്പോൾ ഈജിപ്തിൽ മുഴുവൻ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ആരാണ് യാക്കോബ്? ജേക്കബ് വാസ് എ സൊജേണർ, ഒരു പരദേശിയാണ്. മറ്റൊരു നാട്ടിൽ നിന്നും
മറ്റൊരു സമൂഹത്തിൽ നിന്നും ദാരിദ്ര്യം വർദ്ധിച്ചപ്പോൾ, ക്ഷാമം വർദ്ധിച്ചപ്പോൾ, അപ്പമില്ലാതായപ്പോൾ, ആഹാരമില്ലാതായപ്പോൾ, പട്ടിണി പെരുകിയപ്പോൾ ജീവിക്കാൻ വേണ്ടി ഓടി വന്ന് കയറിയ സ്ഥലമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ റെഫ്യൂജീസിനെ, ഓടിക്കയറി വരുന്നവർക്ക് അഭയം നൽകിക്കൊണ്ടിരുന്ന ഒരു പുണ്യഭൂമിയാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ലാൻഡ് ഓഫ് ഹോസ്പിറ്റാലിറ്റി ഇപ്പോൾ എന്തായെന്നറിയാമോ? ദ ലാൻഡ് ഓഫ് ഹെയ്റ്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി. ദ ലാൻഡ് ഓഫ് ഹെയ്റ്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി. പുതിയ ഭരണം വന്നപ്പോൾ അനേകരെ പാർപ്പിച്ചിരുന്നൊരു മണ്ണ്, അനേകർക്ക് ആതിഥ്യം നൽകിയൊരു മണ്ണ്, അനേകർക്ക് സ്നേഹം നൽകിയൊരു മണ്ണ് എങ്ങനെയായി മാറി? വല്ലാത്ത കയ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മണ്ണായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവരെ വെൽക്കം ചെയ്തിരുന്നതായ സ്ഥാനത്ത് ഇപ്പോൾ കയറി വരുന്നവരെ ശത്രുവായിട്ട് കാണുന്നതായ ഒരു വല്ലാത്ത കാഴ്ചപ്പാട് മിസ്രൈമിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഭൂമി വല്ലാതെ പ്രയാസപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്, ദിസ് ലാൻഡ് ഓഫ് ഹോസ്പിറ്റാലിറ്റി slowly became the land of slavery, the land of suffering and the land of subjugation എന്നാണ് പറയുന്നത്. ഈ ഹോസ്പിറ്റാലിറ്റിയുടെ നാട്, ഈ ആതിഥേയത്വത്തിൻ്റെ നാട്, ഈ കൂട്ടായ്മ കൊടുത്തിരുന്ന നാട് എങ്ങനെയായി മാറി? ഈ അടിമത്വത്തിൻ്റെ നാടായി മാറി, കഷ്ടതയുടെ നാടായി മാറി, കരച്ചിലുയരുന്ന നാടായി മാറി. അതുമാത്രമല്ല പറയുന്നത്, നിരന്തരമായി വേട്ടയാടുന്ന, കീഴ്പ്പെടുത്തുന്ന മനുഷ്യരുടെ നാടായി, ദ ലാൻഡ് ഓഫ് സബ്ജുഗേഷനായി മാറി. ഈ സാഹചര്യത്തിലാണ് ആര് മിനിസ്ട്രി ചെയ്യുന്നത്? ഈ മിഡ് വൈഫ്സ് മിനിസ്ട്രി ചെയ്യുന്നത്, ഈ സാധാരണ മനുഷ്യർ മിനിസ്ട്രി ചെയ്യുന്നത്. ഞാൻ പറയും, മിഡ് വൈഫ്സ് ചേഞ്ച് ദ ഡെസ്റ്റിനി ഓഫ് ദ നേഷൻ എന്നാണ്. ദ മിഡ് വൈഫ്സ് ചേഞ്ച് ദ ഡെസ്റ്റിനി ഓഫ് ദ നേഷൻ. ഒരു കൂട്ടം ആളുകളുടെ, ഒരു കൂട്ടം അടിമകളുടെ, ഒരു കൂട്ടം കുഞ്ഞുങ്ങളുടെ ഭാഗധേയം മാറ്റിമറിച്ച മനുഷ്യരാണ് ഈ സാധുക്കളായ സ്ത്രീകൾ. അവർ ചില കാര്യങ്ങൾ ചെയ്തതിലൂടെ അവരുടെ ലോകം മറ്റൊന്നായിട്ട് മാറുകയാണ്, അവരുടെ കാഴ്ച മറ്റൊന്നായിട്ട് മാറുകയാണ്, അവരിൽ നിന്നും ചില ആളുകൾ ഉയരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്, ദ മിഡ് വൈഫ്സ് ഇൻസ്പയർഡ് ദ മദർ ഓഫ് മോസസ് ആൻഡ് ദ ഡോട്ടർ ഓഫ് ഫാറോ. ഈ സൂതി കർമ്മിണികൾ ആരെയൊക്കെ ഇൻസ്പയർ ചെയ്തു? മോശയുടെ അമ്മയെ ഇൻസ്പയർ ചെയ്തു, ഫറവോന്റെ പുത്രിയെ ഇൻസ്പയർ ചെയ്തു. നോക്കിക്കേ, ഒരു ജനറേഷനെ മുഴുവൻ ബിൽഡ് ചെയ്യാൻ, ഒരു ജനറേഷനെ മുഴുവൻ വളർത്തിക്കൊണ്ടുവരുവാൻ, ഒരു കൂട്ടം ജനതയെ പ്രത്യാശയുടെ ഭൂമുഖത്തെത്തിക്കുവാൻ, ഒരു കൂട്ടം ജനതയ്ക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കുവാൻ ഒരു സാധുക്കളായ 2-3 സ്ത്രീകൾ. ദ മൈനോറിറ്റി ചേഞ്ചിങ് ദ ഡെസ്റ്റിനി, ദ മൈനോറിറ്റി ചേഞ്ചിങ് ദി ഡെസ്റ്റിനി. വേദപുസ്തകത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഓൾവേസ് ഹിസ്റ്ററി ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ ദ മൈനോറിറ്റി. ചരിത്രം മുഴുവൻ മാറ്റിമറിക്കപ്പെട്ടത്, വേദപുസ്തകത്തിലെ ചരിത്രത്തിലെല്ലാം നമ്മൾ കാണുന്നത് സാധാരണക്കാരായ വിരളെണ്ണാൻ പറ്റുന്ന മനുഷ്യർ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോഴാണ്, അല്ലേ? ദൈവത്തോട് ചേർന്ന് നിന്നപ്പോഴാണ്. നമ്മളിനി 1 മാസം കഴിയുമ്പോൾ നമ്മളെല്ലാവരും പള്ളിയിൽ പാടുന്ന ഒരു പാട്ടുണ്ട്, ഇമ്മാനുവേൽ, അല്ലേ? നമ്മളിങ്ങനെ പറയും, ആരാണ് ഇമ്മാനുവേൽ? ഗോഡ് ഈസ് വിത്ത് അസ്, അല്ലേ? ദൈവം ഞങ്ങളോട് കൂടെ, ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥം വരുന്ന അവൻ എന്ത് പേരായി? ഇമ്മാനുവേൽ എന്ന പേരായി. എന്നാൽ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. യെസ്, ഗോഡ് ഈസ് വിത്ത് അസ്, ബട്ട് ആർ വി വിത്ത് ഗോഡ്? ആർ വി വിത്ത് ഗോഡ്? ഇതാണ് ചരിത്രത്തിന്റെ ചോദ്യം. ദൈവം നമ്മോട് കൂടെ ഉണ്ട്, സത്യമാണ്, അതൊരു വലിയ അനുഭവമാണ് പ്രിയരെ. എന്നാൽ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, എന്നോടുകൂടെ നിനക്ക് നിൽക്കാൻ പറ്റുമോ? എന്നോടുകൂടെ നീ ഒന്ന് നിൽക്കാമോ? ഞാൻ പറയും, ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ദ മിഡ് വൈഫ്സ് സ്റ്റുഡ് വിത്ത് ഗോഡ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അവർ തീരുമാനിച്ചപ്പോൾ ചില മാറ്റങ്ങൾ സാധ്യമായി എന്നാണ് പറയുന്നത്, ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ഇവർ ചെയ്ത മിനിസ്ട്രി? ഇതാണ് നമ്മുടെ ഫോക്കസ്, നമ്മുടെ ചിന്ത എന്താണ്? റീഫോർമാറ്റിംഗ് അവർ മിനിസ്ട്രി, അല്ലേ? നമ്മുടെ ശുശ്രൂഷയൊന്ന് റീഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഇവരുടെ ശുശ്രൂഷ? അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? ഒന്ന്, ഇവിടെ പറയുന്നുണ്ട്, സൂതി കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. ദേ ഫിയർഡ് ഗോഡ്. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ദി ഡിവോഷൻ ടു ഗോഡ് എന്നാണ്. ഈ സൂതി കർമ്മിണികൾ, ദ ഹോൾ ലൈഫ് വാസ് ഡിവോട്ടഡ് ടു ഗോഡ്. ദൈവത്തിനായി സ്വയം സമർപ്പിതരായ, ദൈവാനുഭവമുള്ള ഈ മനുഷ്യർ, ഈ സ്ത്രീകൾ.
അതുകൊണ്ട് ദൈവാനുഭവമുള്ള, ദൈവത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്ത, ചരിത്രത്തെ മാറ്റിമറിക്കാനായി തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത ഈ സ്ത്രീകൾ ദൈവത്തോട് കണക്ക് പറയാൻ സ്വയം സമർപ്പിതരായവരാണ്. ദി അൾട്ടിമേറ്റ് ഡിവോഷൻ ടു ഗോഡ് ആണ്. അവിടാണ് പറയുന്നത് ദേ ഫിയർഡ് ഗോഡ്, അല്ലേ? ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ആർക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കും? ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കാൻ സാധിക്കും. ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ദൈവത്തിനായിട്ട് വിട്ടുകൊടുത്തവരാണ് ഈ സൂതികർമ്മിണികൾ. എന്തുകൊണ്ടാണ് അവർ ദൈവത്തിനായിട്ട് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തത്? രണ്ട് കാര്യം മാത്രം ഓർമ്മിപ്പിക്കാം. They believed that God is God of life and God of love. അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവർ വിശ്വസിച്ചത്? അവർ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ ദൈവം ജീവന്റെ ദൈവവും സ്നേഹത്തിൻ്റെ ദൈവവുമാണ്. രണ്ട് പ്രത്യേകതകളുണ്ട് അവരർപ്പിച്ചിരിക്കുന്ന ദൈവത്തിൽ, അല്ലേ? അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡിൽ രണ്ട് പ്രത്യേകത കാണാം. ഒന്ന്, അവർക്കറിയാം ഈ ദൈവം ആരുടെ ദൈവമാണ്? ജീവന്റെ ദൈവമാണ്. ഗോഡ് ഓഫ് ലൈഫ്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്ന്, വി പ്രൊക്ലെയിം, ദ ബൈബിൾ പ്രൊക്ലെയിംസ് ദാറ്റ് അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ലൈഫ്, നോട്ട് ഗോഡ് ഓഫ് ഡെത്ത്. മരണത്തിന്റെ ദൈവമല്ല നമ്മുടെ ദൈവം. ആരുടെ ദൈവമാണ്? ജീവന്റെ ദൈവമാണ്. ജീവന്റെ ദൈവമാണ്. അതുകൊണ്ട് സൂതികർമ്മിണികൾ പറയുകയാണ്, ജീവന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവനെ കാവൽക്കാരായിട്ടാണ് നമ്മൾ മാറേണ്ടത്. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി എന്താ? ജീവന്റെ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ, നമ്മളുടെ ആക്ഷൻ, നമ്മളുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് ജീവനുള്ള മനുഷ്യർക്ക് കാവൽക്കാരാവുക, ജീവന്റെ കാവൽക്കാരാവുക. ജീവന്റെ കാവൽക്കാരായി ജീവിച്ചവരാണ് ഈ സൂതികർമ്മിണികൾ, മിഡ് വൈഫ്സ്. കാരണം അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ് എന്താണ്? ഗോഡ് ഈസ് ഗോഡ് ഓഫ് ലൈഫ്. രണ്ടാമത്, ഇവിടെ ഒരു കൽപ്പന അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ എബ്രായ സ്ത്രീകളുടെ അടുക്കൽ ചെന്ന് അവരുടെ പ്രസവം എടുക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്തു കൊള്ളണം? കൊന്നുകളയണം, അല്ലേ? ആൺകുട്ടികളാണെങ്കിൽ കൊന്നുകളയണം. എന്നാൽ അവർ ചെല്ലുമ്പോൾ, അതിന് മറ്റു പല കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അവർ ചെല്ലുമ്പോൾ ഈ പ്രസവ സമയത്ത് ഈ ആൺകുട്ടിയെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ചിന്ത, അയ്യോ ഇത് മറ്റേ കുട്ടിയാണോ എന്നല്ല, അല്ലേ? ഈ കുട്ടി എൻ്റേതല്ലല്ലോ, ഇത് ഇന്നാരുടെ കുട്ടിയല്ലേ, എബ്രായ സ്ത്രീ പ്രസവിച്ചതല്ലേ. അതുകൊണ്ട് ഒരു വംശീയ ചിന്ത, ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അവരുടെ ഉള്ളിൽ വർക്കൗട്ട് ആകുന്നില്ല. അവർ കാണുന്നത് എന്താണ്? യെസ്, അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് ലവ്. ഞങ്ങളുടെ ദൈവം, എൻ്റെ ദൈവം എന്തിൻ്റെ ദൈവമാണ്? സ്നേഹത്തിൻ്റെ ദൈവമാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട്. ശത്രുവിനെ സ്നേഹിക്കുക. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ടും പ്രാവർത്തികമാക്കിയത് ഈ സ്ത്രീകളാണ്. അവർ പ്രസവത്തിൽ ചെല്ലുമ്പോൾ ഇതാ മിസ്രൈമിയ സ്ത്രീകൾ പ്രസവിച്ച് ഈ കുഞ്ഞുങ്ങളെ കണ്ടാൽ അവർ ശത്രുക്കളാണ്, അവരുടെ മേൽ രാജാവ് ഒരു കൽപ്പന നൽകിയിട്ടുണ്ട് എന്നല്ല ചിന്തിക്കുന്നത്. അവർ സ്നേഹത്തോടെ ആ കുഞ്ഞുങ്ങളെ കൈകളിൽ സ്വീകരിക്കുകയാണ്. സ്നേഹത്തോടെ ഈ കുഞ്ഞുങ്ങളെ കൈകളിൽ സ്വീകരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, they believed in a God of life and a God of love. അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് ജീവന്റെ ദൈവമാണ്, സ്നേഹത്തിൻ്റെ ദൈവമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദൈവത്തിന് എന്താണ് ഭാവം? What is the expression of our God? മൈ ഗോഡ്, എൻ്റെ ദൈവം എന്ന് ഞാൻ പറയുന്നതിനെ കുറിച്ച് ആ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന എക്സ്പ്രഷൻസ് എന്താണ്? നമ്മൾ എന്താണ് ഈ കർത്താവിലൂടെ മനസ്സിലാക്കുന്നത്? ജീവന്റെ ദൈവമായിരിക്കുന്നവൻ, സ്നേഹത്തിൻ്റെ ദൈവമായിരിക്കുന്നവൻ. പ്രിയരെ, വിദ്വേഷവും വെറുപ്പും വൈരാഗ്യ ബുദ്ധിയും വർദ്ധിക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യവും മറന്നു പോകരുത്. നമ്മുടെ ദൈവം ജീവന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം ഏതിൻ്റെ ദൈവമാണ്? സ്നേഹത്തിൻ്റെ ദൈവമാണ്, അല്ലേ? സ്നേഹത്തിൻ്റെ ദൈവമാണ്. നാളെ കുടുംബ ഞായറാഴ്ചയാണ്, അല്ലേ? ഇടവകയായി കുടുംബ ഞായറാഴ്ചയാണ്. ഈ കുടുംബ ഞായറാഴ്ചയുടെ പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ എന്താണ് കുടുംബമെന്ന് പറയുന്നത്? എന്താണ് കുടുംബം? പെട്ടെന്ന് എല്ലാവരും പറയും, അച്ഛാ കൂടുമ്പോൾ എന്താണ്? ഇമ്പമാണ്. എവിടെയെങ്കിലും ഉണ്ടോ ഇത്? എവിടെയാണ് കൂടുമ്പോൾ ഇമ്പം ഉള്ളത്? അല്ലേ? കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? കുടുംബം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഈ കുറച്ച് ചെറുപ്പക്കാരെ വർത്തമാനം പറയാൻ കിട്ടി. ഒരു ക്ലാസ് എടുക്കാൻ കിട്ടി. അപ്പോൾ കിട്ടിയപ്പോൾ വിവാഹത്തെക്കുറിച്ചും
കുടുംബത്തെക്കുറിച്ചും വേദപുസ്തകം എന്തോ പറയുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ അവരോട് ചോദിച്ചു, വാട്ട് ഈസ് ഫാമിലി? ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞോട്ട് വാട്ട് ഈസ് മാട്രിമോണി? വിവാഹം എന്താണ്? അപ്പോൾ ഒരു പയ്യൻ ഒരു ഉത്തരം പറയുന്നു, വേറെ ഒരു പെൺകുട്ടി വേറെ ഒരു ഉത്തരം പറഞ്ഞു, ഇങ്ങനെ പലരും ഉത്തരം പറഞ്ഞു. ഈ സെമിനാരി പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, ഒന്നും സമ്മതിക്കത്തില്ല ഞാൻ. അപ്പോൾ പറയും അത് പിന്നെ ഒന്നുകൂടെ പറഞ്ഞു. ഈ പലര് പറയുന്നത് കേട്ടിട്ട് അച്ഛൻ അങ്ങോട്ട് തൃപ്തി വരുന്നില്ല എന്ന് കേട്ടപ്പോൾ ഒരു പയ്യൻ ചാടി എഴുന്നേറ്റ് പോയി, അച്ഛാ ഐ ഹാവ് ആൻ ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് ഫാമിലി അല്ലെങ്കിൽ വാട്ട് ഈസ് ഹോളി മാട്രിമണി? ഉടനെ പറഞ്ഞു, ഹോളി മാട്രിമണി ഈസ് ദ മാറ്റർ ഓഫ് മണി. ഹോളി മാട്രിമണി ഈസ് ദ മാറ്റർ ഓഫ് മണി. അവൻ്റെ കുഴപ്പമല്ല, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾ റിലേഷൻഷിപ്സ് ആർ ബിൽറ്റ് ഓൺ മണി. എല്ലാ ബന്ധങ്ങളും വളർത്തുകയോ തളർത്തുകയോ ഉയരുകയോ താഴുകയോ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനം ജീവനോ സ്നേഹമോ ഒന്നുമല്ല. അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കുന്നു? പണമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയരെ, ഇവർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ലൈഫ്. ഞങ്ങളുടെ ദൈവം എന്തിൻ്റെ ദൈവമാണ്? ജീവൻ്റെ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണ്. വല്ലാത്ത ഹെയ്റ്റുള്ള ഒരു രാജ്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. വല്ലാത്ത ഹെയ്റ്റ് വർദ്ധിക്കുന്ന ഒരു കൾച്ചറിനുള്ളിലാണ്. വല്ലാത്ത ഹെയ്റ്റും ഡിസ്ക്രിമിനേഷനും ഡിവിഷനും പള്ളിക്കുള്ളിൽ, പ്രാർത്ഥനാ കൂട്ടത്തിനുള്ളിൽ, ഫാമിലിക്കുള്ളിൽ എല്ലാം ഈ ഡിസിൻറ്റിഗ്രേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ദൈവത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്? ഗോഡ് ഓഫ് ലവ്, ഗോഡ് ഓഫ് ലൈഫ്. ഈ സ്നേഹത്തിൻ്റെയും ഈ ജീവൻ്റെയും ദൈവം നമുക്ക് കാണിച്ചു തരികയാണ് സൂതികർമ്മിണികൾ. ഒന്നാമത് അവരുടെ മിനിസ്ട്രിയുടെ ബേസ് അതാണ്. രണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, they denied the command of king, they disobeyed his instructions. They denied the command of the king and they disobeyed the instruction. അവർക്ക് കൊടുത്തിരുന്നതായ കമാൻഡ് എന്താണ്? കൽപ്പന എന്താണ്? നിങ്ങൾ പ്രസവമെടുക്കാൻ ഈ സ്ത്രീകളുടെ അടുക്ക ചെല്ലുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? കൊല്ലണം. ഇതാണ് കൽപ്പന, രാജകൽപ്പനയാണ്. രാജാവിൻ്റെ കൽപ്പനയേക്കാൾ രാജാതിരാജാവിൻ്റെ കൽപ്പന അനുസരിച്ചവരാണവർ. രാജാവിൻ്റെ കൽപ്പനയേക്കാൾ രാജാതിരാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് അവർ പറഞ്ഞു, വി ആർ ഡിനൈയിങ് യുവർ കമാൻഡ്മെൻറ്റ്. ഞങ്ങൾ നിന്റെ ഈ കൽപ്പന നിരസിക്കുകയാണ്, ഞങ്ങൾക്കിത് അനുസരിക്കാൻ പറ്റില്ല. They denied and they disobeyed the commandment given by the king Pharaoh. പുതിയ രാജാവ് അവർക്ക് കൊടുത്ത ഈ കൽപ്പന ഉണ്ടല്ലോ, ആ കൽപ്പന അവർ നിരസിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ അതുകൊണ്ട് ഈ ഡിസൊബീഡിയൻസിന് ഒരു ആഡ്ജക്റ്റീവ് കൊടുത്തു, ദ ഹോളി ഡിസൊബീഡിയൻസ് എന്നാണ്. ദ ഹോളി ഡിസൊബീഡിയൻസ്, വിശുദ്ധ അനുസരണക്കേടുകൾ. നമ്മളെല്ലാവരും അനുസരിക്കാൻ പഠിപ്പിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? എല്ലാവരെയും അനുസരിക്കണം, അങ്ങനെയാകണം, ഇങ്ങനെയാകണം, അനുസരിക്കണം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ നമ്മുടെ മുകളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അനുസരിക്കാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ചിലത് അനുസരിക്കാതിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇവിടെ ഇതാ ഒരു രാജാവ് പറയുകയാണ്, രാജകൽപ്പനയാണെന്ന് ഓർക്കണം. രാജാവ് പറയുകയാണ്, നിങ്ങൾ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ കൊല്ലണം, അല്ലേ? കിൽ ദം, കൊല്ലുക എന്ന് പറയും. കൊല്ലാനുള്ള കൽപ്പനയെ നിരസിക്കുകയാണ്, കൊല്ലാനുള്ള നിയമത്തെ നിരസിച്ചവരാണ്. രാജാവിൻ്റെ നിയമത്തെ നിരസിച്ച് അനുസരണക്കേട് കാണിച്ചതാണ് ഇവരുടെ ഈ സ്ത്രീകൾ. പ്രിയരെ, നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്, അല്ലേ? നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്? നമുക്കറിയാം, ഇപ്പം ഈ എല്ലാം ലിങ്ക് ചെയ്യുന്ന കാലമാണല്ലോ, അല്ലേ? എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും, ലിങ്ക് ചെയ്തോ, പാൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം ലിങ്ക് ചെയ്തു. അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോട്ടോ വന്നു, ഒരു ആൻറ്റി എനിക്ക് അയച്ചു തന്നു, ഐ ഹാവ് ലിങ്ക്ഡ് മൈ ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് എന്ന് പറഞ്ഞ്. ഞാൻ നോക്കിയപ്പോഴെന്താണെന്നറിയോ, ഒരു ഫ്രൈയിങ് പാനിനകത്ത് ഈ കാർഡ് എടുത്തിട്ട് എൻ്റെ ഫോട്ടോയാണ്, അല്ലേ? ലിങ്ക്ഡ് എന്ന് പറയുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല നിയമങ്ങളുടെ ഊരാക്കുടുക്കുകളിൽ ഇപ്പം ജീവിച്ചു പോവുകയാണ്. നമുക്ക് തന്നെ അറിയത്തില്ല നമ്മുടെ മുകളിൽ എന്തൊക്കെ നിയമങ്ങളുണ്ട്. നിയമങ്ങളെ അനുസരിക്കുന്നതിനേക്കാൾ ആരെ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണം. ഈ സ്ത്രീകൾ പറയുകയാണ്, വി ഒബേ അവർ ലോർഡ് ആൻഡ് വി ഡിസൊബേ ദ കിങ്. ഈ എംപററിനെ, ഈ ചക്രവർത്തിയെ അനുസരിക്കാതെ ഇരിക്കുകയും ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുകയാണ്. പ്രിയരെ, ഇത് നമ്മുടെ ജീവിതത്തിലൊരു കോൺഫ്ലിക്റ്റാണ്, ആരെ നമ്മൾ അനുസരിക്കും എന്നുള്ളത്.
നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്, ആരെയാണ് അനുസരിക്കാതിരിക്കുന്നത്? നമ്മൾ പറയും ഇങ്ങനല്ലേ സമ്പ്രദായം, അങ്ങനെയാണ് പറയുന്നത്. ഇതാണ് സമ്പ്രദായം, ഇതാണ് കീഴ്വഴക്കം, ഇങ്ങനെയാണ് ട്രഡീഷൻ, ഇങ്ങനെയാണ് ഈ രീതി, അതുകൊണ്ട് ആ രീതി അനുസരിച്ച് പോകട്ടെ എന്ന് പറയും. രീതിക്ക് വിധേയപ്പെട്ട്, സാഹചര്യത്തിന് വിധേയപ്പെട്ട്, അതിനോട് അക്കോമഡേറ്റ് ചെയ്ത്, അഡാപ്റ്റ് ചെയ്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. എന്താണ് കോൺഫ്ലിക്റ്റ്? വി ഡിസൊബെയ്ഡ് ദ കിങ്, അറ്റ് ദ സെയിം ടൈം വി ഒബെയ്ഡ് ദ ലോർഡ്. ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുകയും ഈ രാജാവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. പ്രിയരെ, അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് പറയും, ദിസ് മദേഴ്സ് ആർ റെവല്യൂഷണറി മദേഴ്സ്. വിപ്ലവകരമായി മാറ്റം വിധിക്കുന്ന സ്ത്രീകളാണ്. ആരാണ് അവരെ ഭരിക്കുന്നത്? ആഴമായ ദൈവബോധമാണ് അവരെ ഭരിക്കുന്നത്. ആഴമായ ദൈവത്തോടുള്ളൊരു ബന്ധമാണ് അവരെ ഭരിക്കുന്നത്. അവർക്ക് ഈ കൊച്ചുങ്ങളെ കൊന്നുകളയാം, രാജാവിൻ്റെ കയ്യിൽ നിന്നും നല്ല സ്വർണ്ണ പതക്കം അവർക്ക് കിട്ടും, പദവികൾ കിട്ടും. പക്ഷെ അവർ തീരുമാനിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ അപകടത്തിൽപ്പെടുത്തിയാലും വേണ്ടില്ല, ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ അപകടം വന്നാലും കുഴപ്പമില്ല, പക്ഷേ രാജാവിൻ്റെ കൽപ്പനയെ അനുസരിക്കരുത്. ഇതുപോലെ പഴയ നിയമത്തിൽ ഒരു ചിത്രമുണ്ട്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ ഫയർ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മനോഹരമായ എൻ്റർടൈൻ ചെയ്യുന്ന മ്യൂസിക് ഉണ്ടാകും, എല്ലാവരും ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കണം, അല്ലേ പിടിച്ചെവിടിടും? തീയിലിടും. ദാനിയേലും കൂട്ടർ അന്ന് പറയുന്നുണ്ട്, ചന്ദ്രക് മേശക് അബേദ്നെഗോ ഇവരെല്ലാം പറഞ്ഞു, രാജാവ് ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ഒരിക്കലും ഇതിനെ അനുസരിക്കത്തില്ല. ഒരു ഡിസൊബീഡിയൻസ് ഉണ്ട്, അല്ലേ? ഡിസൊബീഡിയൻസ് ഉണ്ട്. പ്രിയരെ, ഡിസൊബീഡിയൻ ടു ദി ഒപ്രസീവ് കൾച്ചർ ഓർ ലോ ഈസ് ആൻ ഒബീഡിയൻസ് ടു ഗോഡ് എന്നാണ് പറയുന്നത്. നമ്മളെ വല്ലാതെ മോശമാക്കുന്ന വല്ലാത്ത നിയമങ്ങളും ദൈവികമല്ലാത്തതും നമ്മുടെ മുകളിലേക്ക് വരുമ്പോൾ ദൈവത്തെ അനുസരിക്കാൻ, ദൈവപ്രമാണത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാകുന്ന സ്ത്രീകളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് രണ്ടാമത്, ഡിനൈയിങ് ദ കമാൻഡ്മെൻറ്റ്, ഡിസൊബേയിങ് ദ കമാൻഡ്മെൻറ്റ്, ബട്ട് ദേ ആർ ഒബേയിങ് ഗോഡ്. അവർ അതേ സമയത്ത് ആരെ ഒബേ ചെയ്യുകയാണ്? ദൈവത്തെ ഒബേ ചെയ്യുകയാണ്. മൂന്നാമത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഡൂയിങ് ദ ജസ്റ്റിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നീതി അവർ നടപ്പാക്കുകയാണ്. ഡൂയിങ് ദ ജസ്റ്റിസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്ന സൂതികർമ്മിണികൾ. എന്താണ് ദൈവത്തിൻ്റെ നീതി? ദൈവത്തിൻ്റെ നീതി എന്താണ്? ദൈവത്തിൻ്റെ നീതി അവിടെ പറയുന്നുണ്ട്, അവർ ചെല്ലുമ്പോൾ കൊല്ലാനാണ് അവർക്ക് നിയമം, അവരുടെ ഉത്തരവാദിത്വം, അവരുടെ പ്രൊഫഷൻ, അവരുടെ ജോലി, അല്ലേ? ലഭിച്ചിരിക്കുന്ന ജോലി എന്താണ്? ടു കിൽ എന്നാണ്, കമാൻഡ്മെൻറ്റ്. അതാണ് നിയമം. കൊല്ലാനുള്ള നിയമത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള നിയോഗം അവർ ഏറ്റെടുക്കുകയാണ്. അതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. കൊല്ലാനുള്ള നിയമം മുകളിൽ നിൽക്കുമ്പോൾ രക്ഷിക്കാനുള്ള നിയോഗം ഏറ്റെടുത്തവരാണ് ഈ സ്ത്രീകൾ. ഇതൊരു മിനിസ്ട്രിയാണ്. ഈ വല്ലാത്ത ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയണം, അതിനുള്ള അധികാരം നൽകി അവരെ അയച്ചിരിക്കുമ്പോൾ ആ നിയമത്തേക്കാൾ അവർ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? അവർ ജസ്റ്റിസ് ഓഫ് ഗോഡാണ് ചെയ്യുന്നത്. ഇവരെ ജീവനോടെ ശേഷിപ്പിക്കുക, ജീവിക്കാൻ അനുവദിക്കുകയാണ്, ജീവനിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ഒരു ജീവിതം ഈ കുഞ്ഞുങ്ങൾക്ക് ദാനമായി നൽകുകയാണ്. അവർ കൊല്ലുന്നില്ല, അവർ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവർ കൊല്ലുന്നില്ല, അവർ രക്ഷിക്കുകയാണ്. പ്രിയരെ, ഇതിനെയാണ് ജസ്റ്റിസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്ന അമ്മമാരായി അവർ മാറുകയാണ്. ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്ന അമ്മമാരാണ്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറയുന്നത്, മിഡ്വൈഫ്സ് ആർ ദി സബ്വേഴ്സീവ് മദേഴ്സ് എന്നാണ് പറയുന്നത്. മിഡ്വൈഫ്സ് ആർ ദി സബ്വേഴ്സീവ് മദർ. നിലവിലിരിക്കുന്നതിന് വ്യത്യസ്തമായി, വിപരീതമായി, ജീവന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിയമത്തെ കാറ്റിൽ പറത്തി, രാജാവിൻ്റെ നിയമത്തെ അനുസരണക്കേട് കാണിച്ച് അവരുടെ ജീവനെ അപകടപ്പെടുത്തി അവരാരെ രക്ഷിക്കുകയാണ്? കുഞ്ഞുങ്ങളുടെ ജീവനെ. ലീഡിങ് ദെയർ ലൈഫ് ടു ഡേഞ്ചറസ് പോയിന്റ്, അറ്റ് ദ സെയിം ടൈം സേവിങ് the children who are at danger. Leaving their lives at the dangerous point, അവരുടെ ജീവിതത്തെ മുഴുവൻ അപകടം നിറഞ്ഞതായ ഒരു സാഹചര്യത്തിലെ വിട്ടുകൊണ്ട്
അപകടത്തിൽ മരണത്തിൻ്റെ മുനമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കുകയാണ്. അവരുടെ ജീവിതത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവരിത് ചെയ്യുന്നത്. ഇതിനെയാണ് ജസ്റ്റിസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുമ്പോൾ അവർ ലൈഫ് വിൽ ബി ഇൻ ഡേഞ്ചർ പോയിന്റ്സ്. ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ്റെ ജീവിതം അപകടത്തിൻ്റെ മുനമ്പിലാണെന്ന് മറന്നു പോകരുത്. പ്രിയരെ, ദൈവനീതി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം ഒരു വലിയ അപകടത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഈ സ്ത്രീകൾ അവരുടെ ജീവിതത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുകയാണ്. കോവിഡ് കാലം നാട്ടിൽ ഒരു സ്ത്രീയെക്കുറിച്ചുള്ളൊരു ഫീച്ചർ വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടറുണ്ട്. ഡോക്ടറുടെ പേര് ഡോക്ടർ അനിത മേരി വർഗീസ് എന്നാണ്. കോവിഡ് കാലമാണ്. കോവിഡ് കാലത്ത് ധാരാളം ആളുകൾ വിദേശത്തു നിന്ന് നാട്ടിൽ വന്നു. ഫാമിലിയായിട്ടൊക്കെ വന്നപ്പോൾ ഒരു ഫാമിലി നാട്ടിൽ വന്നു. ഹസ്ബൻഡിനും വൈഫിനും 2 പേർക്കും കോവിഡാണ്. കോവിഡ് മാത്രം ആണെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ സീരിയസ് ആണ് അവർ. വല്ലാത്ത ക്രോണിക്കായിട്ട് വല്ലാതെ അവരുടെ ശ്വാസ തടസ്സമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ ഭാര്യയും ഭർത്താവും. എന്നാൽ കോട്ടയത്ത് വന്നു, മെഡിക്കൽ കോളേജിൽ ചെന്നു, ടെസ്റ്റിൽ വിധേയമായി 2 പേരെയും ഐസൊലേഷൻ വാർഡിൽ വന്നു. കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിനെന്തില്ല? കോവിഡില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഈ കുഞ്ഞിനെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ? ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 2 വീട്ടിലും ആരുമില്ല നോക്കാൻ. 2 വീട്ടിലും ആരുമില്ല, പക്ഷെ കുഞ്ഞിനെന്തില്ല? കോവിഡില്ല. അപ്പോൾ ഡോക്ടർമാരെല്ലാം ചോദിച്ചു, അയ്യോ എന്തോ ചെയ്യും? ആര് നോക്കും ഈ കുഞ്ഞിനെ? ആര് രക്ഷിക്കും ഈ കുഞ്ഞിനെ? അപ്പനും അമ്മയും 2 ആഴ്ചയെങ്കിലും മിനിമം അവിടെ കിടക്കണം. അതിൽ തന്നെ 2 പേർക്കും വല്ലാത്ത ശ്വാസതടസ്സം ഉള്ളതുകൊണ്ട് ആദ്യത്തെ ദിവസമൊക്കെ അവർ വെന്റിലേറ്ററിലായിരുന്നു 2 പേരും. ഈ കുഞ്ഞിനെ ആര് നോക്കും? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഡോക്ടർ മുന്നോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞാൻ നോക്കാം. അപ്പോൾ അവർ ചോദിച്ചു, അയ്യോ നിൻ്റെ വീട്ടിൽ നിൻ്റെ ഭർത്താവിന് പ്രയാസമല്ലേ? നിൻ്റെ ഫാദർ-ഇൻ-ലോയ്ക്ക് പ്രയാസമല്ലേ? അതെ. പിന്നെ എങ്ങനെ നീ നോക്കും? ഡോക്ടർ മറുപടി പറഞ്ഞു, ഞാൻ ഈ കോട്ടയത്ത് 1 മാസം ഒരു വീട് എടുക്കാം, ഒരു റൂം എടുക്കാം, എന്നിട്ട് ഈ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി നോക്കിക്കൊള്ളാം. അങ്ങനെ ഈ ഡോക്ടർ ഈ മാതാപിതാക്കളുടെ കുഞ്ഞിന് വേണ്ടി തൻ്റെ വീട്ടിലെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഭർത്താവിനെയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വേലക്കാരിയെ ഏൽപ്പിച്ചിട്ട് 1 മാസം ഈ കുഞ്ഞിനെ സന്ധിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ്? ഈ 2 പേർക്ക് വേണ്ടി. പ്രിയരെ, ഇതിനാണ് അമ്മ ആവുക എന്ന് പറഞ്ഞാൽ, ഇതാണ് അമ്മയാവുക എന്ന് പറഞ്ഞാൽ, ഇതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ, അല്ലേ? ഞാൻ ഇന്ന് ചോദിക്കട്ടെ, എൻ്റെ മുമ്പിലിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നമുക്ക് എത്ര പേർക്ക് ഈ ദൈവത്തിൻ്റെ നീതി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് ദൈവത്തിൻ്റെ നീതി നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് വയനാട്ടിലാണ്. 2000 വയനാട്ടിലായിരുന്നപ്പോൾ ആ കാലത്ത് ഞാൻ വായിച്ചതായ കോഴിക്കോടുകാരൻ ഒരു ഓട്ടോ ഡ്രൈവറുണ്ട്. നമുക്കറിയാം, കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാർ കേരളത്തിലെ ഏറ്റവും നല്ല ഓട്ടോ ഡ്രൈവർമാരാണെന്നാണ് പറയപ്പെടുന്നത്. തിരുവല്ലയിലെ ഓട്ടോ ഡ്രൈവർമാരല്ല നല്ലത്, ഏറ്റവും കൂടുതൽ നല്ല ഡ്രൈവർമാരുള്ളത് കോഴിക്കോട്ടാണെന്നാണ്. ആ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാരിൽ ഒരാളാണ് ഇദ്ദേഹം. ഈ ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം സഹോദരനാണ്. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഓട്ടോ ഓടിച്ച് എല്ലാ ദിവസവും ഒരു 11 മണിയാകുമ്പോൾ തൻ്റെ ഈ ഒരു ജോലി പൂർത്തീകരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോകും രാത്രി. അന്നത്തെ ദിവസവും അവസാനത്തെ യാത്രക്കാരനെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു സ്ത്രീയും ഒരു കുഞ്ഞും ചേർന്ന് കൈ നീട്ടി. അപ്പോൾ ഒരു കുഞ്ഞാണല്ലോ, ഒരു അമ്മയാണല്ലോ, ഒരു സ്ത്രീയാണല്ലോ എന്നോർത്ത് വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, ഞാൻ സാധാരണ 11 മണി കഴിഞ്ഞ് വണ്ടി ഓടിക്കാറില്ല, നിങ്ങളൊക്കെ എവിടെയാണ് പോകേണ്ടത്? ഉടനെ ഈ സ്ത്രീ പറഞ്ഞു, എനിക്കെങ്ങും പോകാനില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഈ രാത്രി വന്നിട്ട് എൻ്റെ വണ്ടിയുടെ മുമ്പിൽ എന്തിനാണ് കൈ നീട്ടിയത്? എന്നെ കൂടെ വലിക്കാനാണോ? ഉടനെ ഈ സ്ത്രീ പറഞ്ഞു, ഇന്ന് പകൽ മുഴുവൻ ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു, രാത്രിയായി, ഇനി ഈ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കുഞ്ഞിനോടും കൊണ്ടിരിക്കാൻ വയ്യ, എനിക്ക് എവിടേക്ക് പോകണമെന്നറിയത്തില്ല. അല്പനിമിഷം ആ സ്ത്രീ ഈ സഹോദരനോട്, ഈ മനുഷ്യനോട് തൻ്റെ ജീവിതത്തിൻ്റെ കഥ വളരെ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞു. കേട്ടതായ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, ഈ രാത്രി ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ എവിടെ കൊണ്ടുപോകാനാണ്? എൻ്റെ വീട്ടിലോട്ട് നിങ്ങളെ കൊണ്ട് വന്നാൽ എൻ്റെ കാര്യം അവതാളത്തിലാവും.
അതുകൊണ്ട് ഇന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഉപകാരം ചെയ്യാം. ഈ രാത്രി നിന്നെയും ഈ കുഞ്ഞിനെയും ഈ കോഴിക്കോട് പട്ടണത്തിലെ ഒരു ലോഡ്ജ്, എനിക്കറിയാവുന്ന ഒരു ലോഡ്ജുണ്ട്, അവിടെ ഒരു റൂം ഞാൻ എടുക്കാം. നീ ഇന്ന് രാത്രി ഇവിടെ താമസിക്കും കുഞ്ഞിനെയും കൊണ്ട്. അങ്ങനെ ആ കുഞ്ഞിനെയും അമ്മയും ആ രാത്രി ആ മനുഷ്യൻ അവിടെ ലോഡ്ജിൽ താമസിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴെല്ലാം ഈ മനസ്സിൽ ഈ സ്ത്രീ പറഞ്ഞതായ സങ്കടം കിടക്കുകയാണ്. രാത്രിയിലെല്ലാം അദ്ദേഹത്തിന് ശരിയായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല. രാവിലെ ഉണർന്നു, ഭാര്യ ചോദിച്ചു, എന്താണ് ഇന്നലെ നല്ലതുപോലെ ഉറങ്ങിയില്ലല്ലോ. രാവിലെ എഴുന്നേറ്റപ്പോൾ കാര്യം പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഉപ്പയോട് പറ, എന്തേലും വഴി പറയും. അങ്ങനെ ഓട്ടോ ഒക്കെ വൃത്തിയായി കഴുകി ഓട്ടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉപ്പ പറഞ്ഞു, മോനെ, ഇന്ന് നീ ആ സ്ത്രീയെയും കൊച്ചിനെയും ലോഡ്ജിൽ നിർത്തണ്ട. നീ ഉച്ചയ്ക്കെങ്ങാനും ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അവളെയും ആ കൊച്ചിനെയും വിളിച്ചോണ്ട് ഈ വീട്ടിലോട്ട് പോരെ. തൽക്കാലം നമുക്ക് വീട്ടിൽ നിർത്താം, എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം, അവളുടെ പ്രശ്നം ഒന്ന് പരിഹരിച്ചെടുക്കാം. അങ്ങനെയാണ് ഈ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഉച്ച സമയത്ത് ഈ മനുഷ്യൻ സ്വന്തം വീട്ടിലേക്ക്, അപ്പൻ്റെ അടുക്കലേക്ക്, അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനിടയായി അവളുടെ വീട്ടിലേക്ക് പോകാനായി. പക്ഷേ ഇതൊരു ജീവിതത്തിൽ തുടക്കമായി. ഈ മനുഷ്യന് കോഴിക്കോട് പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞ് കാണുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഇവൻ ചെന്ന് ചോദിക്കും, നിനക്ക് അപ്പനില്ലേ, നിനക്ക് അമ്മയില്ലേ, നിന്നെ നോക്കാൻ ആരുമില്ലേ? ആരുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഡ്രൈവർ പോലീസുകാരനെ അറിയിച്ചിട്ട് വിവരവും നമ്പറും കൊടുത്തിട്ട് പറഞ്ഞു, സാറേ, ഈ കൊച്ചിനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയാണ് എന്ന് ഒരു എൻക്വയറി വന്നാൽ പറഞ്ഞാൽ മതി, ഞാൻ തിരിച്ചേൽപ്പിക്കാം. ഞാനിത് വായിക്കുന്നത്, ഈ ഫീച്ചർ വായിക്കുന്നത് 2003 മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഈ ഫീച്ചർ വായിക്കുമ്പോൾ ഈ മനുഷ്യൻ 14 കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, ഈ കോഴിക്കോട് പട്ടണത്തിൽ നിന്നും അള്ളാഹു എനിക്ക് തന്ന മക്കളാണ്. ഈ കോഴിക്കോട് പട്ടണത്തിൽ നിന്നും അള്ളാഹു എനിക്ക് തന്ന മക്കളാണ്. ഈ 14 കുഞ്ഞുങ്ങൾ ഒരു ഓട്ടോക്കാരൻ അവൻ്റെ വീട്ടിൽ വളർത്തുകയാണ്. ആര് വന്ന് ചോദിക്കുമ്പോൾ, അടയാളങ്ങൾ സഹിതം വരുമ്പോൾ പോലീസിനെ തിരിച്ചേൽപ്പിച്ച് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും. പക്ഷേ അലഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റും, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഒരു നേരത്തെ ആഹാരം വിളമ്പി കൊടുത്താലും എൻ്റെ ജീവിതം സായുജ്യമാണ്. പ്രിയരെ, ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോകുമോ? എല്ലാവരും പോയോ? പോകരുത്. ഇനി 2-3 കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാനിങ്ങനെ ചോദിക്കട്ടെ, നമ്മൾ ജന്മം കൊടുക്കാത്ത എത്ര കുഞ്ഞുങ്ങൾക്ക് അപ്പനായിട്ടുണ്ട്, അമ്മയായിട്ടുണ്ട്? നമ്മൾ ജന്മം കൊടുക്കാത്ത എത്ര കുഞ്ഞുങ്ങൾക്ക് അപ്പനായിട്ടുണ്ട്, അമ്മയായിട്ടുണ്ട്? ദൈവനീതി അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് ഇതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാത്ത ഒരു സ്ത്രീയെ നമ്മളെല്ലാവരും വിളിക്കുന്നത് അമ്മയെന്നാണ് വിളിച്ചത്. മദർ തെരേസയാണ്, അല്ലെ? ഒരു കുഞ്ഞിനെ പോലും പ്രസവിച്ചിട്ടില്ല. പ്രിയരെ, നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി അവരിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്, അല്ലേ? 5 പിള്ളേരുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ മൂത്തവനെ ഓസ്ട്രേലിയ വിടണം, എൻ്റെ രണ്ടാമത്തവൻ UK പോകണം. ദൈവം കരുണാമയനാണ്. പ്രാർത്ഥന കേട്ടു, UK പോയി, അമേരിക്കയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി. 5 വഴിക്ക് പോയി. 5 ഭൂഖണ്ഡത്തിലാണ്. ഇപ്പം പ്രാർത്ഥിക്കുകയാണ്, ഒരുത്തിനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമേ, അല്ലെ? ഒരുത്തിനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. പ്രിയരെ, ദൈവത്തിൻ്റെ നീതി നടപ്പാക്കാൻ ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇവരെന്താണ് ചെയ്തത്? കൊല്ലാനുള്ള നിയമമാണ് അവരുടെ മുമ്പിലെങ്കിലും അവർ ചെയ്തതായ ശുശ്രൂഷ രക്ഷിക്കുക എന്നുള്ള നിയോഗമാണ്. ഇതിനെയാണ് ഞാൻ വിളിച്ചത് they did the justice of God. അവർ ദൈവത്തിൻ്റെ നീതി. വല്ലാത്ത പ്രതിസന്ധി നിറഞ്ഞപ്പോൾ, വാളവരുടെ തലയിൽ മുകളിൽ നിൽക്കുമ്പോൾ അവർ ചെയ്ത ശുശ്രൂഷ ദൈവത്തിൻ്റെ നീതിയുടെ ശുശ്രൂഷ. ആ നീതിയുടെ ശുശ്രൂഷയാണ് രക്ഷയുടെ ശുശ്രൂഷ. The justice of God is the salvation, is the redemption എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവനീതി മറ്റുള്ളവരെ, അപകടത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപകടത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക. 3-മത്തെ കാര്യം ഇതാണ്. 4-മത് എന്താണ് അവർ ചെയ്തത്? ഈ രാജാവ് ഇവരെ വിളിപ്പിച്ചു. നിങ്ങളെ ഏൽപ്പിച്ചതായ ജോലിയെ നിങ്ങൾ എന്ത് മര്യാദയാണ് കാണിക്കുന്നത്, അല്ലേ? കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ, അല്ലേ, കുഞ്ഞുങ്ങളെ ഒന്നും കൊന്നതായിട്ട് എനിക്ക് റിപ്പോർട്ടൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയോടൊരു ആത്മാർത്ഥത കാണിക്കുക, അല്ലേ? രാജാവ് പറയുന്നതാണ് ജോലിയോടൊരു ആത്മാർത്ഥത. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ജോലിയോട് ഒരുപാട് ആത്മാർത്ഥത കൂടിയൊരു കാലമാണ്, അല്ലേ? വീട്ടിൽ നോക്കാൻ സമയമില്ല, വീട്ടിൽ ഇരിക്കാൻ സമയമില്ല, ഫുൾ ടൈം പണിയാണ്. വർക്കോട് വർക്ക്, അല്ലേ? ഫുൾ വർക്കാണ്. ഫോണിൽ വർക്ക്, കമ്പ്യൂട്ടറിൽ വർക്ക്, വീട്ടിൽ വർക്ക്, സംസാരിക്കാൻ സമയമില്ല, അങ്ങനെ വർക്കോട് വർക്കാണ്.
ഇങ്ങനെ വർക്കഹോളിക്കാകുന്ന പ്രൊഫഷണൽ എത്തിക്സിന് വേണ്ടി ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ പ്രൊഫഷണൽ എത്തിക്സ് ഒന്ന് ചെയ്യാത്തത്? ഇതാണ് അവരോടുള്ള ചോദ്യം. ഈ സ്ത്രീകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഒരു പ്രൊഫഷണൽ എത്തിക്സ് കാണിക്കാത്തതെന്ന് രാജാവ് ചോദിച്ചപ്പോൾ ഈ സ്ത്രീകൾ പറയുകയാണ്, വി ആർ ഡൂയിങ് സംതിങ് ബിയോണ്ട് പ്രൊഫഷണൽ എത്തിക്സ്. ഞങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ജോലിയുടെ ധാർമ്മികതയ്ക്കപ്പുറത്ത് നിൽക്കുന്ന കാര്യമാണ്, ജോലിയുടെ ധാർമ്മികതയ്ക്കപ്പുറത്ത്. എന്നിട്ടൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ സാധാരണ എബ്രായ സ്ത്രീകളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവരെന്തോ ചെയ്തു കഴിയും, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്യും? പ്രസവിക്കും. എന്തൊരു സ്ത്രീകളല്ലേ, എന്തൊരു സ്ത്രീകൾ! സമയത്തിന് മുമ്പേ പ്രസവിക്കുന്നവർ, സമയത്തിന് മുമ്പേ പ്രസവിക്കുന്ന. അപ്പോൾ ഇവിടെ ഒരു വാചകം വളരെ സുന്ദരമായി എനിക്ക് പഠിക്കാനിടയായി. ഇവിടെ പറയുന്നുണ്ട്, ഈ സ്ത്രീകളെക്കുറിച്ച്, എബ്രായ സ്ത്രീകളെക്കുറിച്ച് സൂതികർമ്മിണികളെ രാജാവിന് റിപ്പോർട്ട് ചെയ്തിട്ട് പറയാണ്, രാജാവെ ഒരു കാര്യം ഓർക്കണം, ഈ എബ്രായ സ്ത്രീകൾ മിസ്രൈമി സ്ത്രീകളെ പോലെ അല്ല. മിസ്രൈമി സ്ത്രീകൾ കാണാനേ കൊള്ളത്തുള്ളൂ അല്ലേ? ആരോഗ്യമുള്ളവരാരാണ്? എബ്രായ സ്ത്രീകൾ. എബ്രായ സ്ത്രീകൾക്ക് ആരോഗ്യമുള്ളവരാണ്. വിഗറസ് എന്ന വാക്കാണ്, ഹയാത്ത് എന്ന എബ്രായ ഭാഷയുടെ അർത്ഥം ഊർജമുള്ള സ്ത്രീകൾ, ആരോഗ്യമുള്ള സ്ത്രീകൾ, ബലമുള്ള സ്ത്രീകൾ എന്നാണ്. അതുകൊണ്ട് ഒരുപാട് കായബലമുള്ള സ്ത്രീകളാണ്, ശരീരക്ഷമതയുള്ള സ്ത്രീകളാണ് ഈ എബ്രായ സ്ത്രീകൾ. അതുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവർ പ്രസവിക്കും. എന്താണ് നാലാമത്തെ കാര്യം എന്നറിയാമോ? ഡിക്ലെയറിങ് ദ ട്രൂത്ത് ഓഫ് ദ ഹീബ്രു വുമൺ. ഡിക്ലെയറിങ് ദ ട്രൂത്ത് ഓഫ് ദി ഹീബ്രു വുമൺ. എബ്രായ സ്ത്രീകളെ മതിപ്പോടെയാണ് ഇവർ കാണുന്നത് അല്ലേ? എബ്രായ സ്ത്രീകളെ വളരെ മതിപ്പോടെ കാണുകയാണ്. മറ്റൊരു കൂട്ടം സ്ത്രീകൾ, മറ്റൊരു രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ അല്ലേ? എന്നാൽ ഈ സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത്? മതിപ്പോടെ, വെറുപ്പോടെയല്ല, മതിപ്പോടെ, മാനത്തോടെ ഈ സ്ത്രീകളെ കാണുകയാണ്. ബഹുമാനത്തോടെയാണ് ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. ഡിക്ലെയറിങ് ദ ട്രൂത്ത്. രാജാവിനോട് പറയാണ്, ഒരു സത്യം പറയാനുണ്ട്. എന്താണ് സത്യം? ഇവർ നല്ല തിറമുള്ളവരാണ്, ഇവർ നല്ല ആരോഗ്യമുള്ളവരാണ്. കുറച്ചുകൂടി ഈ വേദഭാഗത്തെ പഠിച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ ശരിയായിട്ട് അർത്ഥം എന്താണെന്നറിയാമോ? ദേ ആർ സ്പിരിച്വലി ഡിഫറെൻറ്റ് വുമൺ എന്നാണ്. അവർ ആത്മീയരായി വ്യത്യസ്ത സ്ത്രീകളാണ്. അവർ സ്പിരിച്വലി ഡിഫറെൻ്റ് ആണ്. ദേ ആർ സ്പിരിച്വലി വെരി സ്ട്രോങ് വുമൺ. അവർ ആധ്യാത്മികമായി കരുത്തുള്ള സ്ത്രീകളാണ്. ഏത് പ്രതിസന്ധിയെ നേരിടാൻ കരുത്തുള്ളവരായിരുന്നു എബ്രായ സ്ത്രീകൾ. അത് പറയുകയാണ് അല്ലേ? പ്രിയരെ, എനിക്കെന്ന് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതം ഏത് പ്രതിസന്ധിയും കരുത്തുള്ളോടെ കാണാൻ സാധിക്കണം അല്ലേ? കരുത്തോടെ കാണാൻ സാധിക്കണം. അതുകൊണ്ട് കരുത്തുള്ള മനുഷ്യരാകണം. ആധ്യാത്മികമായി കരുത്ത്, വിശ്വാസത്തിൽ കരുത്തുള്ളവർ, ശുശ്രൂഷയിൽ കരുത്തുള്ളവർ, കാമ്പുള്ളവർ, അങ്ങനെയുള്ള മനുഷ്യനാകണം എന്നാണ് വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ സത്യം വിളിച്ചു പറഞ്ഞു. ആരോടാണ് പറയുന്നത്? രാജാവിനോട് പറയാണ്, വി വാണ്ട് ടു സേ ദ ട്രൂത്ത് ദാറ്റ് these women are vigorous women, they are spiritually different and spiritually strong. ആത്മീയരായി വളരെ ബലമുള്ള സ്ത്രീകൾ, ബലമുള്ള മനുഷ്യർ. നമ്മൾ ഇന്ന് എല്ലാ അർത്ഥത്തിലും ബലമുള്ളവരാണ്. ഒരു കാര്യത്തിൽ വീക്കാണ്. എവിടെയാണെന്നറിയാമോ? ഏതിലാണ് നമ്മൾ വീക്കായിരിക്കുന്നത്? ഏതിലാണ് വീക്കായിരിക്കുന്നത്? സ്പിരിച്വൽ അല്ലേ? നമ്മൾ പറയാണ്, ഒരാൾക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, പിന്നെ ഇങ്ങനെ നോക്കും അല്ലേ? ആരാണ് പ്രാർത്ഥിക്കുന്നത്? സ്ഥിരം വരുന്ന ആൻറ്റി വന്നിട്ടില്ലേ? അയ്യോ, ഇന്നിനി ആര് പ്രാർത്ഥിക്കും? അങ്കിൾ വന്നിട്ടില്ലേ? പ്രാർത്ഥിക്കാൻ കുറച്ച് പേര് ടെൻഡർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പേർക്ക്, അവരേ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? നമുക്കൊന്നും ഈ പണി ചെയ്യാനേ പറ്റത്തില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു കാര്യത്തിൽ വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിലാണ്? ദ സ്പിരിച്വൽ സ്ട്രെങ്ത്. ആത്മീയ ബലത്തിൽ നമ്മൾ വീക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. ബാക്കിയെല്ലാം നമുക്കുണ്ട്. പാരിഫെർനേലിയാസ് ഇഷ്ടം പോലുണ്ട്. ആടയുണ്ട്, ആഭരണമുണ്ട്, ഉടയാടയുണ്ട്, സർവ്വ പരിപാടിയുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ താഴോട്ട് പോവുകയാണ്. ഏത് കാര്യത്തിലാണ്? ഏത് കാര്യത്തിലാണ്? എന്തായാലും ഒന്ന് പറഞ്ഞിട്ട് പോകും. ഏത് കാര്യത്തിലാണ്? വല്ലപ്പോഴും തുറന്നാലും കുഴപ്പമില്ല അല്ലേ? ഏത് കാര്യത്തിലാണ് നമ്മളിപ്പം വീക്കായിക്കൊണ്ടിരിക്കുന്നത്? വി ആർ സ്പിരിച്വലി ഡിമിനിഷിങ് പീപ്പിൾ. താഴോട്ടാണ് ആ ഗ്രാഫ് വളരുന്നത് അല്ലേ? ആത്മീയതയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ വളർച്ച എങ്ങോട്ടാണ്? താഴോട്ടാണ്. പ്രിയരെ, ഗൗരവമായിട്ട് ഓർക്കണം. ഡിക്ലെയർ ദ ട്രൂത്ത്. ഇവർ സത്യം പറഞ്ഞു. ഇവർ ഭയങ്കര കരുത്തുള്ള സ്ത്രീകളാണ്. ഇവരെ വെറുതെ ഒന്നും തൊടാൻ പറ്റത്തില്ല. ചുമ്മാ ചെന്ന് രാജാവിൻ്റെ കൽപ്പനയാണെന്നും പറഞ്ഞ് പ്രസവിക്കുന്നിടത്ത് കൊല്ലാൻ ചെല്ല്, നല്ല തട്ട് കിട്ടുമെന്നാണ് ഒരു വിധത്തിൽ പറഞ്ഞ് അല്ലേ? ഈ സ്ത്രീകൾ നല്ല തട്ട് തട്ടും. കാരണം അവരെല്ലാ അർത്ഥത്തിലും ബലമുള്ള
സ്ത്രീകളാണ്. അവസാനത്തെ കാര്യത്തേക്ക് വരട്ടെ. എന്താണ് ഇവിടെ പറയുന്നത്? ഇവരുടെ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് 5-ാമത്തെ കാര്യം, ഡെലിവറിങ് ദ നേഷൻ ഫ്രം സ്ലേവറി. അടിമത്തത്തിൽ നിന്നും ഒരു ജനതയെ വിമോചിപ്പിക്കുകയാണ്. അടിമത്തത്തിൽ നിന്നും ഒരു ജനതയെ രക്ഷിക്കുന്നതിൻ്റെ തുടക്കക്കാരായിട്ട് ആര് മാറി? ഈ സൂതികർമ്മിണികൾ മാറി. അവർ തുടങ്ങി വെച്ചതാണ്. പിന്നീട് മോശയുടെ അമ്മ ഏറ്റെടുത്തു, പിന്നെ ഫറവോന്റെ പുത്രി ഏറ്റെടുത്തു, കുറേ കാലം കഴിഞ്ഞപ്പോൾ മോശ ഏറ്റെടുത്തു. ഒരു പുതിയ ജനത പുറത്തു വരികയാണ്, അല്ലേ? അതുകൊണ്ട് ഒരു പുതിയ നേഷൻ ഉണ്ടാകാൻ ഇവർ കാരണക്കാരായി മാറി. ഒരു പുതിയ ജനത ഉണ്ടാകാൻ ഇവർ കാരണക്കാരായി മാറി. ഇവിടെ വേദഭാഗത്ത് പറയുന്നുണ്ട്, ദൈവം ഈ സൂതികർമ്മിണികളോട് കരുണ കാണിച്ച് അവർക്ക് കുടുംബവർദ്ധനവ് വരുത്തി അവർ ഒരു അനുഗ്രഹമായി മാറുകയാണ്. അവരൊരു അനുഗ്രഹമായി മാറുകയാണ്. ചെറിയ മനുഷ്യരാണ് വലിയ ശുശ്രൂഷ. ഒരു ജനതയെ മുഴുവൻ, ഒരു നേഷനെ മുഴുവൻ വാർത്തെടുക്കുന്ന, അടിമത്വത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഒരു വലിയ ശുശ്രൂഷയുടെ തുടക്കക്കാരായി മാറി. 5 കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്? 1, they denied and disobeyed. ഒന്നാമത് ഞാൻ പറഞ്ഞ ഡിവോഷൻ, ദൈവത്തോടുള്ള ഡിവോഷൻ, അദമ്യമായ ദൈവാനുഭവമുള്ള സ്ത്രീകൾ. ഗോഡ് ഓഫ് ലൈഫ് ആൻഡ് ഗോഡ് ഓഫ് ലവ്, അതായിരുന്നു അവരുടെ ബേസ്. ജീവന്റെ ദൈവം, സ്നേഹത്തിൻ്റെ ദൈവം. 2ാമത് they denied and disobeyed. അവർ ഈ ദൈവത്തെ, ഈ നിയമത്തെ നിരസിച്ചു. രാജാവിൻ്റെ നിയമത്തെ നിരസിക്കുകയും രാജകൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്തു. 3ാമത് എന്താണ് എന്ന് പറഞ്ഞാൽ they did the justice of God. ദൈവത്തിൻ്റെ നീതി നടപ്പാക്കി. കൊല്ലാനുള്ള നിയമം അവരുടെ ചുമലിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോഴും രക്ഷിക്കാനുള്ള നിയോഗം ഏറ്റെടുത്ത് അവർ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ തുടങ്ങി. കരയുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ അമ്മയാകാൻ തുടങ്ങി. അടിമകളാകുന്ന കുഞ്ഞുങ്ങളെ അവർ വിടുവിക്കാൻ തുടങ്ങി. ഒരു പുതിയ തുടക്കത്തിന് അവർ മുഖാന്തരമായി ഭവിക്കുകയാണ്. ഡൂയിങ് ദ ജസ്റ്റിസ് ആണ്. 4ാമത് ഞാൻ പറഞ്ഞു, ദേ ഡിക്ലെയർഡ് ദ ട്രൂത്ത്. ഈ രാജാവിൻ്റെ മുഖത്ത് നോക്കി യാതൊരു ഭയവുമില്ലാതെ അവർ പറഞ്ഞു, ഈ സ്ത്രീകൾ കരുത്തുള്ളവരാണ്, അവർ ശാരീരികമായി ക്ഷമതയുള്ളവരാണ്, ആത്മബലമുള്ളവരാണ്, ഏത് പ്രതിസന്ധിയെയും ഏത് രാജാവിൻ്റെ കൽപ്പനയെയും കാറ്റിൽ പറത്താൻ കരുത്തുള്ള മനുഷ്യരാണിവർ എന്ന് അവർ വിളിച്ചു പറഞ്ഞു. 5ാമത് പറഞ്ഞത് എന്താണ്? ഡെലിവറിങ് ദ നേഷൻ, ദ ന്യൂ ബിഗിനിങ്. ഒരു പുതിയ തുടക്കത്തിനായിട്ട് ഒരു ജനതയെ രക്ഷിക്കുന്ന ഒരു നിയോഗം, ഒരു ശുശ്രൂഷ അവർ ചെയ്യുകയാണ്. യൂറി ഗഗാറിൻ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? യൂറി ഗഗാറിൻ വാന നിരീക്ഷണം യാത്രയൊക്കെ കഴിഞ്ഞ് ഈ സ്പേസിലൊക്കെ ട്രാവൽ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ റഷ്യക്കാരനാണ്. റഷ്യ അന്ന് ഭരിച്ചിരുന്നത് ക്രൂഷ്ചേവ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ഈ ക്രൂഷ്ചേവ് യൂറി ഗഗാറിനെ വിളിച്ചിട്ട് ഒരു വിരുന്നൊരുക്കി പാലസിൽ, കൊട്ടാരത്തിൽ. വിരുന്ന് സമയത്ത് യൂറി ഗഗാറിനോട് ഈ ക്രൂഷ്ചേവ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഈ മേളിൽ പോയി കുറേ യാത്രയൊക്കെ നടത്തി വന്നവരാണല്ലോ, ഈ അവിടെ ചെന്നപ്പോൾ ഈ ദൈവത്തെ അവിടെ കണ്ടായിരുന്നു, അല്ലേ? ഈ മേളിൽ പോയപ്പോൾ. കാരണം ക്രിസ്ത്യാനികൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ദൈവം ഇവിടെ ഇരിക്കുന്നത് മേളിലാണ്. അപ്പോൾ അവിടെ ഈ മേളിൽ പോയപ്പോൾ, ഞാനൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് മേളിൽ പോയപ്പോൾ ആരെ കണ്ടോ എന്നാണ് ചോദിച്ചേ? ദൈവത്തെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഗഗാറിൻ ഇങ്ങനെ ചോദിച്ചു, ദൈവത്തെ കണ്ടു. എപ്പോഴാ? ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ, ഇനി ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തെ കണ്ടെങ്കിലും ഈ നാട്ടിൽ കണ്ടില്ലെന്നേ പറയാം. കാരണം എന്താണ്? ഇവിടെ ഇതിനൊന്നും വിലയില്ല, അല്ലേ? കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇപ്പോൾ ദൈവം ഉണ്ടെന്നൊന്നും ഇവിടെ വന്ന് പറയണ്ട. കണ്ടെങ്കിലും അനങ്ങാതെ ഇവിടെ ഇരുന്നോണം, അല്ലേ? കണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. 6-7 മാസം കഴിഞ്ഞപ്പോൾ റോമിൽ നിന്ന് പോപ്പിൽ നിന്നൊരു ക്ഷണം വന്നു. യൂറി ഗഗാറിൻ അവിടെ റോമിൽ പോയി, വത്തിക്കാനിൽ പോയി, പോപ്പിൻ്റെ അതിഥിയായിട്ട് താമസിച്ചു. പോപ്പിൻ്റെ വിരുന്ന് മേശയിൽ പങ്കെടുത്തു. പോപ്പും ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങളൊക്കെ ഈ പ്രസംഗിച്ച് നടക്കുന്ന ദൈവത്തെ മേളിൽ പോയപ്പം കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഉടനെ യൂറി ഗഗാറിൻ ഓർത്ത്, ഒരിടത്ത് ചെന്നപ്പം ഒന്നും പറഞ്ഞില്ല. പുള്ളി പറഞ്ഞ് കണ്ടെങ്കിലും കണ്ടില്ലെന്ന് പറഞ്ഞോണം. ഇവിടെ പോപ്പ് പറഞ്ഞു, ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, മേളിൽ പോയപ്പോൾ പുള്ളിയെ കണ്ടില്ലെങ്കിലും ഇവിടെ എന്തേ പറയാവൂ? കണ്ടെന്നേ പറയും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവരിൽ ആരാണ് ശരി? അല്ലേ? ഒരു കൂട്ടർ പറയാണ് കണ്ടില്ലെങ്കിലും, അല്ലേ, കണ്ടെങ്കിലും കണ്ടില്ലെന്നേ പറയാം. ഒരു കൂട്ടർ പറഞ്ഞു കണ്ടില്ലെങ്കിലും കണ്ടെന്ന് ഇവിടെ പറഞ്ഞോണം, നമുക്ക് നിന്ന് പിഴയ്ക്കണം. ഇതും കൊണ്ടാണ് നമ്മൾ പിടിച്ചു പോകുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ?
നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കാണണമെങ്കിൽ ദോസ്റ്റോയെവ്സ്കി എന്ന് പറയുന്ന റഷ്യൻ എഴുത്തുകാരൻ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന നോവലിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു സീ ഗോഡ്, ലുക്ക് അറ്റ് ദ സഫറിങ് ഹ്യൂമാനിറ്റി. നിനക്ക് ദൈവത്തെ കാണണമെങ്കിൽ നീ കാണേണ്ടത് ആരെയാണ്? സഫറിങ് ഹ്യൂമാനിറ്റിയെ കാണുമ്പോൾ യു ക്യാൻ സീ ഗോഡ്. ദ ക്രൈയിങ് ചിൽഡ്രനെ കാണുമ്പോൾ യു ക്യാൻ സീ ഗോഡ്. നിനക്ക് ദൈവത്തെ കാണും. നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അല്ലേ? ദൈവത്തെ കാണാൻ ഓടി നടക്കുകയാണ്. അങ്ങോട്ട് താടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അവിടെ തുള്ളുന്നു, ഇവിടെ തുള്ളുന്നു. ആരെ കണ്ടുപിടിക്കണം? ദൈവത്തെ കണ്ടുപിടിക്കാൻ ഓട്ടത്തിലാണ്. പക്ഷെ ദൈവത്തെ കാണണമെങ്കിൽ ഒരിടത്ത് നോക്കിയാൽ മതി, കഷ്ടത സഹിക്കുന്ന മനുഷ്യരെ നോക്കിയാൽ മതി. ദൈവത്തെ കാണണമെങ്കിൽ കരയുന്ന കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി. പ്രിയരെ, നിങ്ങൾക്ക് ആരെ കാണാം? ദൈവത്തെ കാണാം. ദൈവത്തെ കാണാം. അതുകൊണ്ട് ഈ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന നോവലിൽ ഈ മനുഷ്യൻ എഴുതി വയ്ക്കുകയാണ്, ഇഫ് അറ്റ് ഓൾ ഐ ഹാവ് ടു ബൗ ഡൗൺ, ഐ വിൽ ബൗ ഡൗൺ ഇൻ ദ ഫ്രണ്ട് ഓഫ് ദി സഫറിങ് ഹ്യൂമാനിറ്റി. നമ്മളൊക്കെ മുട്ടുമടക്കി തലകുനിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിലാണ്. കാരണം അതാണ് ദൈവം. കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ നമുക്ക് നിലവിളിക്കാൻ, മുട്ടുമടക്കാൻ ഇടയാകണം. ടോക്കിയോ ഒളിമ്പിക്സ് 2020 നടന്ന ടോക്കിയോ ഒളിമ്പിക്സ് ചരിത്രത്തിൻ്റെ താളിൽ വ്യത്യസ്തമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് കാരണമെന്നറിയാമോ? ഒരു ഇവൻ്റാണ്, ഹൈ ജമ്പാണ് വ്യത്യസ്തമാക്കിയത്. ഈ ഹൈ ജമ്പിൽ ഖത്തറുകാരനായ ബാഷിം എന്ന് പറയുന്നതായ ഹൈ ജമ്പറും ഇറ്റലിക്കാരനായ തമ്പേരി എന്ന് പറയുന്നതായ ഹൈ ജമ്പും കൂടെ ഒരുമിച്ചാണ് ഈ മത്സരത്തിൽ വന്നത്. എല്ലാ അറ്റംപ്റ്റും കഴിഞ്ഞു. 3 അറ്റംപ്റ്റ്. സാധാരണ ഒളിമ്പിക്സിൽ ഞാൻ പോയിട്ടില്ല. ഒളിമ്പിക്സിൽ 3 അറ്റംപ്റ്റ് ഉണ്ട്. ഈ 3 അറ്റംപ്റ്റ് വന്നപ്പോഴും ഒരുപോലെയാണ് രണ്ടുപേരും. എന്നാൽ ഈ 3 അറ്റംപ്റ്റ് നടത്തിയപ്പോൾ തമ്പേരിയുടെ കാലിൻ്റെ മസിൽസിന് ഒരുപാട് പെയിൻ ഉണ്ടായി. അപ്പോൾ ഒഫീഷ്യൽസ് പറഞ്ഞു, ലെറ്റ് us ഗോ ഫോർ ദി ലാസ്റ്റ് റൗണ്ട്, എന്നിട്ട് ഒന്നുകൂടെ നോക്കാം, അല്ലേ? ഹൂ ഈസ് ഗോയിങ് ടു വിൻ ദ മാച്ച്? നമുക്ക് ആരാ ജയിക്കുന്നത് ഒന്നുകൂടെ നോക്കാം. അങ്ങനെ ലാസ്റ്റ് അറ്റംപ്റ്റ് നടത്തുകയാണ്. നടത്തുമ്പോൾ ഈ തമ്പേരി മാറിയിരുന്ന് മുട്ടിന് സ്പ്രേ അടിച്ച് വേദന മാറ്റാനുള്ള ശ്രമമാണ്. ഇപ്പുറത്ത് ബാഷ്യം നിൽക്കുകയാണ്. ബാഷ്യമിൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത പോയി, ഇനി ഇവൻ ചാടിയാൽ ജയിക്കത്തില്ല, ഇനി ഇവൻ ചാടിയാൽ ജയിക്കത്തില്ല. അവന് മസിൽ പെയിൻ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവൻ ചാടിയാൽ ജയിക്കത്തില്ല. അതുകൊണ്ട് ആര് ജയിച്ചു? ഞാൻ ജയിച്ചു. പക്ഷേ അതിലൊരു സെക്കൻഡ് തോട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയി. അദ്ദേഹം ചിന്തിക്കുകയാണ്, വൈ കാൺ വി ബോത്ത് വിൻ ദ മെഡൽ? ഞങ്ങൾക്ക് 2 പേർക്കും എന്തുകൊണ്ട് ജയിക്കാൻ പാടില്ല? അതുകൊണ്ട് അദ്ദേഹം ഒഫീഷ്യൽസിനെ സമീപിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഇനി ചാടി ജയിക്കാമോ എന്നെനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അടുത്ത മത്സരം നടത്തണ്ട, ഞങ്ങളെ 2 പേരെയും ഈ ഹൈ ജമ്പിൽ വിജയികളായിട്ട് പ്രഖ്യാപിക്കണം. അപ്പോൾ അവിടെ നിന്ന് മാച്ച് റഫറി പറഞ്ഞു, എനിക്കിതിനുള്ള പവറില്ല, ഐ ഹാവ് ടു ടോക്ക് ടു ദി ഹയർ ഒഫീഷ്യൽ. അദ്ദേഹം സംസാരിച്ചു. അവർ ഗ്രൗണ്ടിൽ വന്നു. കുറേ നേരം ഒരു ടൈം സ്റ്റോപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് വന്നു, അവരൊരു ഡിസിഷൻ എടുത്തു, ഡിക്ലെയർ ചെയ്തു, ഈ ഹൈ ജമ്പിൽ 2 വിജയികളാണ് ഈ വർഷം. ആരൊക്കെയാണ്? ബാഷമും തമ്പേരിയും. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ഈ ബാഷമും തമ്പേരിയും നമ്മുടെ 2 പിള്ളേരായിരുന്നെങ്കിൽ ആ അമ്മ ജീവിതത്തിൽ വീട്ടിൽ കയറ്റത്തില്ല. വന്നിക്കുകയാണ്, നാണമില്ലാത്തവൻ, അല്ലേ? ട്രോഫി മഞ്ഞൾ എന്തോ കഴകക്കെട്ടവനാടാ, അവന് വിട്ടുകൊടുത്തിട്ട് എന്തോ ഒരു വലിയ വിപ്ലവകാരി, പുണ്യവാൻ, നാണമുണ്ടോടാ? ഉള്ള പള്ളു മുഴുവൻ ഈ പിള്ളേരെ വിളിച്ചേന്. പക്ഷേ അവർ കൈകോർത്തു. ഒരു ചരിത്രം പിറക്കുകയാണ്, അല്ലേ? പരസ്പരം 2 മതങ്ങൾ, 2 രാജ്യത്തിലുള്ളവരാണ്, പക്ഷേ പരസ്പരം മത്സരമില്ല. അവർ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും വിജയിക്കാം. പ്രിയരെ, ഞാൻ എൻ്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ, ഹെയ്റ്റ് വളരുന്ന കാലഘട്ടത്തിൽ, ഹോസ്റ്റിലിറ്റി വല്ലാതെ വളരുന്ന കാലഘട്ടത്തിൽ കൈ കൊടുക്കുന്ന മനുഷ്യരായിട്ട് നമുക്കൊന്ന് ജീവിക്കാം. കൈ കൊടുക്കുന്ന മനുഷ്യരായിട്ട് ജീവിക്കാം. ലെറ്റ് ദ കിസ് ഓഫ് പീസ് ഓവർകംസ് അവർ ഡിസ്ക്രിമിനേഷൻ, ഓവർകംസ് ഓൾ അവർ ഡിവിഷൻസ്. എല്ലാ വിഭജനങ്ങളും ഇല്ലാതാക്കുന്ന, എല്ലാ വിവേചനങ്ങളും ഇല്ലാതാക്കുന്ന കയ്യസൂരികൾ നമുക്ക് കൊടുത്തു തുടങ്ങാം. അത് പള്ളിക്കുള്ളിൽ മാത്രമല്ല, ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ മറ്റുള്ളവരുടെ നേർക്ക് കൈ നീട്ടിയിട്ട് നമുക്കൊരുമിച്ച് കൈ നീട്ടി കൊടുത്തു കൊടുക്കാം. ദിസ് ബി എ ന്യൂ ആക്ഷൻ. ഇതൊരു പുതിയ ആയിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഒരു ശുശ്രൂഷ ശേഷിപ്പിച്ചിട്ടുണ്ട് ദൈവം. നെവർ ഫോർഗെറ്റ് ദാറ്റ് വി ഓൾ ഹാവ് എ മിനിസ്ട്രി.
നമ്മൾ ആരും മറന്നു പോകരുത്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവമേൽപ്പിച്ച ശുശ്രൂഷ. ലെറ്റ് മിഡ് വൈഫ്സ് ബി എ മോഡൽ. ഈ സൂതികർമ്മിണികൾ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം ദൈവവചനം കേട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളെ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.